സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, മിമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നത് പറയണം. പുരുഷൻ ഭയങ്കര കുറ്റാണെന്നോ അറിയോ? കുറ്റകൃത്യമാണ്, അധികം ഭയങ്കര കുറ്റകൃത്യ പുരുഷൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. നിള നമ്പ്യാർ എന്താണത് പറയാനുള്ളത്? നിള നമ്പ്യാർ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ്, എങ്ങനെയാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? ഞാൻ ചോദിച്ചതല്ല ശരിക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ. ആ കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അത് പെണ്ണുപടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരം എന്നുള്ളതാണ്. ഇന്നൊരു എരണം കെട്ട ദിവസം തന്നെ. എന്നെ പോലെ വ്യക്തിയെ നിങ്ങൾ ക്ഷണിച്ച് ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഇതുപോലെ ചോദ്യമാണ് എന്നോട് ചോദിക്കേണ്ടത്, അതിന് മറുപടി പറയും. മക്കളെ പോറ്റാൻ ശരീരത്തിലും വയറിലും ഒക്കെ തൊടാൻ സമ്മതിക്കുന്ന പെണ്ണ് ഞാൻ. ഇതിലും വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഡെയിലി പത്രത്തിൽ വായിക്കുന്നത്. മിമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. നമ്മള് പാവങ്ങൾ, നമ്മളിങ്ങനെ ഇരുന്ന നമുക്ക് ഒരു വിഷയം. ആണെന്ന് തോന്നുന്നില്ല. ശരീരം കാണാൻ മോശമില്ല, മുഖമൊന്നും കൊള്ളില്ല. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം.